ഫ്രണ്ട്സ്, ഹായ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പാലപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പച്ചരി 5 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. ഈ പച്ചരി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചിരകിയതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗള് ചോറും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കും. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ചേർക്കാം. നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഞാനിവിടെ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം അരയ്ക്കാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് പുളിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ രാത്രി 8 മണിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി രാവിലെ ഇത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴത്തേക്കിന് ഇത് പൊളിച്ച് പൊന്തി റെഡി ആയിട്ടിരിക്കും. അപ്പോൾ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രിയിൽ നമ്മൾ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട് മാവ്. ഇച്ചിരി കട്ടിയിലാണുള്ളത്. അപ്പോൾ ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാല് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ഒഴിച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് കാരണമാണ് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പാലും കൂടെ ഈ മാവിലോട്ട് ചേർത്ത് കൊടുത്ത് മാവൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ഇപ്പോഴും ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ പാലപ്പ ചട്ടി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. ചുറ്റിച്ചു കൊടുക്കാം. ഇനി മൂടി വയ്ക്കാം. നമ്മുടെ സോഫ്റ്റ് പാലപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.